ഹലോ, ഇന്ന് നമുക്ക് പാലക് ചീരയുടെ ഒരു റെസിപ്പി കാണാം. അതിനായിട്ട് ഞാൻ ഇതുപോലത്തെ ഒരു 3 കെട്ട് പാലക് ചീരയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ആവശ്യമായ സവാള, പച്ചമുളക്, വെളുത്തുള്ളി, ഒരു തക്കാളിയുടെ പകുതി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ചീരയെ അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കൊരല്പം പരിപ്പ് വേവിച്ചെടുക്കാം. ചൂടായ ചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ച് ഞാൻ ആദ്യം ഇതിലേക്ക് ജീരകമാണ് ഇട്ട് കൊടുക്കുന്നത്. നമ്മുടെ കറി എന്നൊരു തമിഴ്നാട് സ്റ്റൈലിലാണ് കേട്ടോ വയ്ക്കുന്നത്. അപ്പോൾ ജീരകം ഇടുമ്പോൾ കറിക്കൊരു പ്രത്യേക ഫ്ലേവറാണ്. അതിനുശേഷം ഞാൻ വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്, സവാള ഇട്ട് കൊടുത്തു, നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന പച്ചമുളക് ഇട്ട് കൊടുത്ത് ഉപ്പിട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. നന്നായി വഴണ്ടി വന്ന സവാളയിലേക്ക് നമുക്ക് തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം. തക്കാളി ഇട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമ്മൾ ചീര ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ചീരയും നല്ലപോലെ ഒന്ന് വഴണ്ടി വരുമ്പോൾ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പ് ഇട്ട് കൊടുക്കണം. ഈ സമയത്ത് പരിപ്പും ആഡ് ചെയ്ത് നമ്മൾ ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടിയാണ് ഇട്ടിരിക്കുന്നത്. ഞാൻ കാശ്മീർ ചില്ലിയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അതിനുശേഷം ഞാൻ 1 ടീസ്പൂൺ സാമ്പാർ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതും ഒരു നല്ല ഫ്ലേവർ തരുന്നുണ്ട് നമ്മുടെ കറിക്ക്. അതിനുശേഷം ഒരല്പം മഞ്ഞൾപ്പൊടി ഇട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായി തിള വരുമ്പോൾ നമ്മൾക്കിപ്പോൾ കടുക് താളിച്ചെടുക്കാം. അതിനായിട്ട് ഞാനൊരു പാൻ അടപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ച് കടുക്, ഉഴുന്ന്, ഒരു 2 വറ്റൽമുളക്, അല്പം വേപ്പില, കായപ്പൊടിയും ചേർത്ത് കടുക് താളിക്കാം. നമ്മുടെ സൂപ്പർ ടേസ്റ്റി പാലക് പരിപ്പ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.